നമ്മളിന്ന് വന്നിരിക്കുന്നത് കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള മുട്ടറ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെയാണ് മുട്ടറ മരുതുമലയുള്ളത്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു അമ്മൂസ് ഫ്ലോ. കാണുന്ന എല്ലാവരും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് എന്ന് പറയാൻ തന്നെ നാക്കൊളുക്കും ഗൈസ്. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മരുതുമല ഇവിടെ പൂർണ്ണമായിട്ട് ഓപ്പൺ ആയിട്ടില്ല. ഇവിടെ അതിൻ്റെ പണികളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. ഏകദേശം ഒരു 24 ഏക്കറോളം കിടക്കുന്ന ഒരു മലയാണ് മുട്ടറ മരുതുമല എന്ന് പറയുന്നത്. മുകളിലോട്ട് കയറുന്നത് ചെറിയൊരു ട്രക്കിങ് പോലെയാണ്. കയറി ചെന്ന് കാണുന്ന കാഴ്ച അതിമനോഹരമാണ്. ഇത് പുതിയതായിട്ട് അവിടെ പണിയുന്ന സംഭവങ്ങളാണ്. അവിടെ റെസ്റ്റ് റൂമും കാര്യങ്ങളും ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ അതിൻ്റെ പണിയൊക്കെ നടക്കുന്നതേ ഉള്ളൂ. ഇപ്പോഴും നമുക്ക് കയറി കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല. പ്രത്യേകിച്ച് എൻട്രി ഫീസോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. അവിടെ കാണാനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് മലയും ഇതേപോലെ തന്നെ പച്ചപ്പും മലയുടെ മുകളിൽ നിന്നുള്ള താഴോട്ടുള്ള വ്യൂവും ഒക്കെയാണ്. ഇവിടുത്തെ പ്രധാന അഡ്വഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മല കയറുക എന്നുള്ളത് തന്നെയാണ്. ഈ മലയുടെ ഐതിഹ്യം എന്ന് പറയുന്നത് ഹനുമാൻ ഒരു മല കൊണ്ടുപോയ സമയത്ത് അതിൽ നിന്നെന്തോ അടർന്ന് വീണിട്ട് ഉണ്ടായ മലയാണ് മരുതുമല എന്ന് പറയുന്നത്. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലൊരു കാവ് പോലെ ഒരു അമ്പലമുണ്ട്. പിന്നെ അതേപോലെ തന്നെ മുകളിലോട്ട് നമുക്ക് അതിൻ്റെ ഏറ്റവും മുകളിൽ കയറിയുന്ന വ്യൂ ഒക്കെ കാണാം. മലമുകളിൽ ഹനുമാൻ്റെ ഒരു കാൽപാദം ഉണ്ടെന്നാണ് അവിടുത്തെ വിശ്വാസം. പക്ഷേ അത് ലോജിക്കലി എത്രത്തോളം കറക്റ്റാണെന്ന് നമുക്കറിയില്ല. നമ്മൾ ഫസ്റ്റ് കാണുന്ന ഈ എൻട്രിയിലെ കാര്യങ്ങളൊക്കെയാണ് പുതിയതായിട്ട് പണിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കണ്ടിട്ടാണ് മുകളിലോട്ട് കയറുന്നത്. ഈ പടി വഴിയാണ് മുകളിലോട്ട് കയറുന്നത്. പടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദൂരം വരെ ഉള്ളു പടി, മൊത്തം പടിയല്ല. പിന്നെ കുറച്ച് ഈ കാട് പോലെ അതിനിടയിൽ കൂടി ആ പോച്ചയുടെ ഇടയിൽ കൂടി പോകുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ വഴികളാണ്. പടി നമുക്ക് പകുതി വരെ ഉള്ളൂ. ഇതാണ് നമ്മൾ പറഞ്ഞ ആ കാവ്. ഇവിടെ വൈകിട്ട് ആൾക്കാർ വരും. അതിൻ്റെ ആൾക്കാർ വന്ന് വിളക്കൊക്കെ കത്തിപ്പും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ മല കയറുന്നതിൻ്റെ പകുതി വരെ ആയിട്ടുള്ള വ്യൂ ആണ്. ഇനിയും മുകളിലോട്ട് കയറാറുണ്ട്. ഏറ്റവും മുകളിൽ വരെ പോകാനും ഉണ്ട്. ആ കമ്പിവേലി ഇട്ട് മറച്ചേക്കുന്നില്ലേ, അതിൻ്റെ തൊട്ട് താഴെയാണ് നേരത്തെ പറഞ്ഞ ഹനുമാൻ്റെ കാൽപാദങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ വരുവാണെങ്കിൽ രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ വരുന്നതായിരിക്കും നല്ല. ഉച്ചയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും. ഞങ്ങൾ പോയ സമയത്തും അത്യാവശ്യം വെയിലുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ ഒരു 4 മണി സമയമൊക്കെ ആയിരുന്നു. വൈകിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ സൂര്യാസ്തമയമൊക്കെ കാണാൻ പറ്റുമെന്നാണ് തോന്നുന്നത് ഈ ഒരു ഹൈറ്റിൽ. അതുകൊണ്ട് ഈ കാണുന്ന പടി വഴിയാണ് നമ്മൾ ഏറ്റവും മുകളിൽ ചെല്ലുന്നത്. അവിടെ ആണെങ്കിൽ നല്ല കാറ്റാണ്, നല്ല കാറ്റ്, നല്ല എന്ന് വെച്ചാൽ നമ്മൾ അത്രയും ഹൈറ്റിൽ നിൽക്കുന്നത് നമുക്ക് നല്ല കാറ്റ് കിട്ടും. ഞായറാഴ്ചയും അതുപോലെ അവധിയുള്ള ദിവസങ്ങളിലായിരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്കുള്ളത്. അല്ലാത്ത ദിവസങ്ങളിലൊന്നും വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളവിടുന്ന് പിന്നെ ഇറങ്ങിയായിരുന്നു. കാരണം ഹനുമാൻ്റെ കാൽപാദം എവിടെ നിന്ന് കണ്ടുപിടിക്കണമായിരുന്നു. നമ്മളവിടെ എല്ലാം നോക്കിയിട്ട് കണ്ടില്ല. പിന്നെ അവസാനം കണ്ടുപിടിച്ചുകൊണ്ട് ഈ കാണുന്നതാണ്. എത്രത്തോളം ലോജിക്കലി കറക്റ്റാവുമെന്ന് നമുക്കറിയില്ല. ഒരു വിശ്വാസം മാത്രമാണെന്നാണ് നമ്മൾ അറിഞ്ഞത്. ഈ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. അപ്പോൾ അടുത്തൊരു വിശേഷമായിട്ട് അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.